DQ അവസാന നിമിഷത്തിൽ പേടിച്ചോടിയത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. പലർക്കും ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ ദേഷ്യം വരും. നമ്മളൊരു പ്രഡിക്ഷൻ നടത്തിയിരുന്നു ഈ ഒരു റിലീസിനൊക്കെ മുമ്പ്, ഒരു 8 ദിവസം മുമ്പ്. ഖലീഫ എന്ന് പറയുന്നത് പ്യുവർ ആയിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു പടമായിരിക്കും. പക്ഷേ എല്ലാവരും അതിൻ്റെ സ്ക്രിപ്റ്റിന് കുറ്റം പറയും. സെക്കൻഡ് എന്ന് പറയുന്നത് BKU കപ്പടിക്കുമെന്നുള്ളതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പലർക്കും ഇഷ്ടപ്പെട്ടില്ല. ഞാനൊരു നിവിൻ പോളി ഫാൻ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ നീ ഒരു നിവിൻ പോളി ഫാനല്ലേ, അല്ലെങ്കിൽ DQ ഹേറ്റർ അല്ലേ, പൃഥ്വിരാജ് ഹേറ്റർ അല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ 2 പ്രഡിക്ഷനും 100% സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് വർക്കുമായിട്ടുണ്ട്. എൻ്റെ 3ാമത്തെ പ്രഡിക്ഷൻ ഐ ആം ഗെയിം. അതിൻ്റെ മേക്കിങ്ങിനെ കുറിച്ച് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ വരും, അല്ലെങ്കിൽ ഇജാതി മേക്കിംഗ് ആണ് എന്നുള്ള രീതിയിൽ വന്നാലും ചില സ്ഥലങ്ങളിൽ DQ എന്ന് പറയുന്ന ആക്ടറിന്, ആ ഒരു ക്യാരക്ടറിനെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാസ് ആക്ഷൻ ക്യാരക്ടേഴ്സുകളെ അങ്ങോട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് എടുത്താൽ പൊങ്ങുന്നില്ല എന്നുള്ളൊരു ടൈപ്പ് കമൻസ്, അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് അങ്ങനെ വരുമെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഈ 3 സിനിമകളുടെയും റെസ്പോൺസ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ട്രെയിലറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. DQ നമ്മളുടെ ലാലേട്ടൻ കഴിഞ്ഞ അടുത്ത രാജാവ് എന്ന് പറയുന്നത്, കുഞ്ഞു രാജാവ് എന്ന് പറയുന്നത് ആരാണ്? ആ ഒരു ഡൗട്ട് ഞാൻ ഇവിടെ ക്ലിയർ ചെയ്ത് തരാം. ആദ്യം തന്നെ DQ പേടിച്ചോടിയതാണോ? ഒരിക്കലുമല്ല. DQ എന്ന് പറയുന്ന ആക്ടർ ഒരിക്കലും അങ്ങനെ ഒരാളുടെ ക്ലാഷ് ഉള്ളത് കൊണ്ട് പേടിച്ച് റിലീസ് മാറ്റുന്ന ഒരാളല്ല. പക്ഷേ DQ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ, അല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ എന്ന് പറയുന്നത് ആ ഒരു സിനിമ മാറ്റിയതിന് കറക്റ്റ് റീസൺ ഉണ്ട്. കാരണം നമുക്കറിയാം ഒരുപാട് ക്ലാസ് റിലീസുകളുണ്ട്. അതെല്ലാം മെയിൻ ആക്ടേഴ്സിൻ്റെ ഒരുപാട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമകൾ തന്നെയാണ്. ടോക്സിക് ആയാലും, ഖലീഫ ആയാലും, ബെത്ലഹേം കുടുംബ യൂണിറ്റ് ആയാലും, ഈ 3 സിനിമകളും ഇപ്പോൾ ടോക്സിക് ഒക്കെ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ സ്ക്രീനുകളും കവർ ചെയ്യുന്ന ടൈപ്പ് സിനിമകളാണ്. അതുപോലെ തന്നെ ഖലീഫ ആയാലും അതുപോലെ തന്നെയാണ്. ബെത്ലഹേം കുടുംബ യൂണിറ്റ് മാത്രമേ അത്രത്തോളം വൈഡായിട്ട് പോകാതുള്ളൂ. ഇത്രയും സിനിമകൾ വരുന്ന സമയത്ത് DQ എന്ന് പറയുന്ന ആക്ടർ ഒരു സിനിമ, ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന സിനിമ പോലും നമ്മൾ മലയാളികൾക്ക് വേണ്ടി എന്ന് പറയുന്നതല്ലാതെ ആ സിനിമ മേക്ക് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് DQന് ഓൾറെഡി ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള മറ്റ് ഇൻഡസ്ട്രികൾ, തമിഴായാലും മറ്റ് കന്നഡ ഇൻഡസ്ട്രികളായാലും, ഓരോ ഇൻഡസ്ട്രികൾക്ക് വേണ്ടിയിട്ട് ഒരുപോലെ വർക്കാവുന്ന രീതിയിലാണ് DQ ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പാൻ ഇന്ത്യ ആയിട്ട് ഇതിനെ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും സ്ക്രീനുകൾ വേണം, അല്ലെങ്കിൽ ഇത്രയും ഒരു ഞെരുക്ക, അല്ലെങ്കിൽ ഏത് സിനിമ കാണുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ള സമയത്ത് ഈ സിനിമ എടുത്തവർ ഇട്ട് കഴിഞ്ഞാൽ DQ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു ബിസിനസ് നടക്കില്ല. അതിനിപ്പോൾ പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും ഈ സിനിമയ്ക്ക് ആ രീതിയിലുള്ള ഒരു റെസ്പോൺസ്, അല്ലെങ്കിൽ എല്ലാവർക്കും കയറി കാണാനുള്ളൊരു അവസരം കിട്ടില്ല. പ്രത്യേകിച്ച് ടോക്സിക് ഒക്കെ വരുന്ന സമയത്ത്, പുറത്തോട്ടുള്ള സ്ക്രീനുകളൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും അവരുടെ മെയിൻ സ്റ്റാറിനായിരിക്കുമല്ലോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദുൽഖർ എന്ന് പറയുന്ന ആ ഒരു ബ്രില്യൻ ബിസിനസ്സുകാരനാണ് ഇവിടെ ആ ഒരു സിനിമയെ അവസാന ഘട്ടത്തിൽ മാറ്റി വെച്ചത്, അല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് നീക്കി വെച്ചത്. സെപ്റ്റംബർ 3-നാണ് സിനിമ റിലീസാവുന്നത്. DQൻ്റെ ഈ ഒരു മൂവ് എന്ന് പറയുന്നത് ഒരിക്കലും പേടിച്ചോട്ടമായിട്ട് നമ്മൾ കാണണ്ട. അതിപ്പോൾ ഫാൻസിൻ്റെ ഭാഷയിൽ നമുക്കതൊരു പേടിച്ചോട്ടമായിട്ട് കൂട്ടിയാലും, ഫിലിം ക്രിറ്റിക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രാക്ടിക്കൽ, ഇപ്പോൾ രാജുവേട്ടൻ ഒരു ഇതിൽ പറയുന്നുണ്ടായിരുന്നു, ഇതുപോലെ ഒരു വലിയൊരു സിനിമയായിട്ട് പ്ലാൻ ചെയ്തതാണ്, സ്ക്രീനുകൾ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ ഇത് മാറ്റിയെന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു സീരിയസ് ആയിട്ട് ഫിലിമിനെ കുറിച്ച് പറയുന്ന ആൾക്കാർ അത് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇപ്പോൾ ഒരു ഫാനായിട്ട് പറയുകയാണെങ്കിൽ അവൻ നിവിൻ പോളിയുടെ പടം വരും എന്നുള്ള, അല്ലെങ്കിൽ അത് പോസിറ്റീവ് അടിക്കും എന്നുള്ള പേടിച്ചിട്ട് മാറ്റി വെച്ചു എന്നുള്ളത് എന്ന് വിചാരിക്കാം. അത് അവരുടെ ഇഷ്ടം. പൃഥ്വിരാജ്, നിവിൻ പോളി, ദുൽഖർ. നിവിൻ എന്ന് പറയുന്നത് മലയാളത്തിലും തമിഴിലും ജസ്റ്റ് ഒന്ന് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു ആക്ടറാണ്. അതേസമയം പൃഥ്വിരാജ് ആയാലും ദുൽഖർ ആയാലും ഓൾമോസ്റ്റ് ബോളിവുഡ് ആയാലും മറ്റ് ഇൻഡസ്ട്രികളിലും കൂടി, അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ ആക്ടർ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ടാഗിന് അർഹനായിട്ടുള്ള ആൾക്കാരാണ് പൃഥ്വിയും ദുൽഖറും. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അടുപ്പിച്ച് 3 പടങ്ങൾ, നോബഡി ആയാലും അതുപോലെ തന്നെ ഈ സിനിമ ഖലീഫ ആയാലും മോശം സിനിമയല്ല. പക്ഷേ പൃഥ്വിരാജിന് നല്ല രീതിയിൽ ഒരു ഹേറ്റ് എമ്പുരാന് ശേഷം ഉണ്ട്. അതും കൂടി ഇതിനെ ബാധിക്കുന്നുണ്ട്. പൃഥ്വിരാജിൻ്റെ കരിയർ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ശോകമാണ്. പക്ഷെ അതേസമയം ദുൽഖർ എന്ന് പറയുന്ന ആക്ടറിന് ഒരു മോശം സിനിമയാണെന്ന് പറഞ്ഞാൽ പോലും ഒരു മിനിമം കളക്ഷൻ ദുൽഖറിൻ്റെ സിനിമകൾക്ക് കിട്ടും. ഇപ്പോൾ ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി ഒരു മിക്സഡ് റെസ്പോൺസ് ആണ് കിട്ടണമെങ്കിൽ പോലും ആ സിനിമയ്ക്ക് ഒരു നോർമൽ മറ്റ് സിനിമ മിക്സഡ് റെസ്പോൺസ് കിട്ടുന്നേക്കാൾ കൂടുതൽ കളക്ഷനും റെസ്പോൺസും ഈ ഒരു ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കിട്ടും. അതാണ് DQ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ക്വാളിറ്റി. നിവിൻ പോളിയുടെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, ലാലേട്ടനെ കഴിഞ്ഞാൽ നിവിൻ പോളിയാണ് എന്നുള്ള രീതിയിൽ എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നിവിൻ പോളി എന്ന് പറയുന്ന ആക്ടറിനെ നമ്മൾ ഓഡിയൻസ്, ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഓഡിയൻസിന് കാണാൻ ഇഷ്ടമുള്ള സിനിമകളിൽ മാത്രം, അതാണ് നമ്മൾ പറയുന്നത് ഈ സേഫ് സോൺ റോംകോം എന്നുള്ള രീതി പറയുന്നത്. എക്സ്പെരിമെൻ്റൽ മൂഡുകളോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇപ്പോൾ മമ്മൂക്കയൊക്കെ ചെയ്യുന്ന പോലെ ഒരു എക്സ്പെരിമെൻ്റ് സിനിമകളൊന്നും ചെയ്തു കഴിഞ്ഞാൽ
നിവിനെ ഇതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ നമുക്ക് അയാളെ ഇഷ്ടപ്പെടാൻ കാരണമായ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് ബേബി ഗേൾ ആയാലും പ്രതീക്ഷ ആയാലും. രണ്ടും ഒരു അനക്കമുണ്ടായ സിനിമകളല്ല. പക്ഷെ അതേസമയം ഇത്രയും അനക്കമില്ലാത്ത സിനിമകൾ ഇരുന്നിട്ട് ഒരു റോംകോം ഒരു സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ഒറ്റ തൂക്കാണ് തൂക്കിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 3 ദിവസം കൊണ്ട് 60 കോടി അടുപ്പിച്ചുകൊണ്ടോ ആയെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഇത് അവർ പുറത്തു വിട്ടില്ല. എനിക്ക് തോന്നുന്നു കറക്റ്റ് 100 കോടി എന്നുള്ളൊരു ഇത് അച്ചീവ് എടുക്കുമ്പോൾ അവർ പുറത്തു വിടുമായിരിക്കാം. അതല്ലെങ്കിൽ 50 കോടിയിൽ റിവീൽ ചെയ്യുമായിരിക്കും. അപ്പോൾ ഉടനെ തന്നെ റിവീൽ ചെയ്യുമായിരിക്കാം. നിവിൻ പോളിയുടെ സേഫ് സോണിൽ മാത്രമേ നിവിൻ പോളിക്ക് ഈ രീതിയിൽ തൂക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതും ലാലേട്ടൻ വരെ വേണമെങ്കിൽ ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നിവിൻ പോളി. അത് ഈ ഒരു സേഫ് സോൺ സിനിമകളിൽ മാത്രം. ആക്ടർ എന്ന രീതിയിൽ നിവിന് കുറച്ചാൾ കഴിയുമ്പോൾ ഇത് തന്നെ കണ്ടിന്യൂസ് ആയി ചെയ്യുന്ന സമയത്ത് ഒരു മടുപ്പ് ഫീൽ ചെയ്യാം. ആ ഒരു കാര്യം നിവിൻ പോളിക്ക് നല്ല രീതിയിൽ കരിയറിൽ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു കാര്യം ദുൽഖറിനില്ല. ദുൽഖർ എക്സ്പെരിമെൻ്റൽ മൂഡ് സിനിമകൾ ചെയ്താൽ പോലും എല്ലാവരും സപ്പോർട്ട് ചെയ്യും. പക്ഷേ സിനിമ നല്ലതായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിവിൻ വേഴ്സസ് ദുൽഖർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പൃഥ്വിരാജിനെ ഈ ഒരു കോമ്പറ്റീഷനിൽ നിന്ന് തൽക്കാലം നമുക്ക് മാറ്റി നിർത്താം. ഈ ഒരു ക്ലാരിറ്റി വെച്ചേക്കുക. നമ്മളുടെ ലാലേട്ടൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തൂക്കിയടിക്കാൻ എല്ലാ സിനിമകളും, ഇപ്പോൾ ലാലേട്ടൻ ഇന്ന ജോണൊന്നുമില്ല, ഏത് സിനിമ ചെയ്താലും നല്ല സിനിമയാണെങ്കിൽ കയറി കൊളുത്തും എന്നുള്ള ഫോർമാറ്റ് ഉണ്ട്. അതേ രീതി തന്നെയാണ് ദുൽഖറിനും. നല്ലൊരു പോസിറ്റീവ് സിനിമ അല്ലെങ്കിൽ നല്ലൊരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ദുൽഖറിനെ ആർക്കും വെട്ടാനൊന്നും പറ്റില്ല, കയറിപ്പോവും. അതേസമയം നിവിൻ പോളി, ഇപ്പോൾ ദുൽഖർ എത്ര നല്ല സിനിമ ചെയ്തെന്ന് പറഞ്ഞാലും നിവിൻ പോളിയുടെ സേഫ് സോണിലൊരു സിനിമയായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, ഈ റോംകോം ഇപ്പോൾ നമ്മൾ കണ്ട ബദലേമൊക്കെ പോലത്തെ ഒരു സിനിമയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ദുൽഖറിന് ഒന്നുമല്ല. ചിലപ്പോൾ ലാലേട്ടനെ വരാതെ ഇപ്പോൾ തന്നെ ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ പോലും ലാലേട്ടനെ വെട്ടാൻ വേണ്ടി അത്രയും പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഡിയൻസിന് അയാളത്തുള്ള ഒരു ലവബിൾ ഇമേജാണ്. ഇതേ ലവബിലിറ്റി ദുൽഖറിനുണ്ട്. പക്ഷേ അതിൻ്റെ പകുതിയേ ഉള്ളൂ ദുൽഖറിന്. ഇപ്പോൾ മമ്മൂക്കായ്ക്കും അതേപോലെ തന്നെയാണ്, പകുതിയേ ഉള്ളൂ. കാരണം നമുക്ക് ഒരു അടുത്ത വീട്ടിലെ പയ്യനായിട്ട് ദുൽഖറിനെ ഒന്നും കാണാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഒരു ലെഗസി അവർക്കുണ്ട്. അതിനെയാണ് വിനായക് ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട്, മമ്മൂക്കാരുടെ അടുത്ത് നമുക്ക് ചെല്ലാൻ പറ്റില്ല കാരണം ഒരു ഓറയുടെ വലയോ എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സാധനമാണ് ഈ ഒരു ലവബിലിറ്റി നമ്മളെ കുറയ്ക്കുന്നത്. നമ്മൾ കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ മതി. അടുപ്പിച്ച് 2 സിനിമ പൊട്ടിയ ഒരാൾ മൂന്നാമതൊരു സിനിമയായിട്ട് വരുന്നു. ആ സിനിമ കയറി കാണണോ വേണ്ടതെന്ന് 2 തവണ ആലോചിക്കും. ഇപ്പോൾ 3-4 തവണയാണ് ബദ്രകം കുടുംബ യൂണിറ്റ് ആൾക്കാർ കയറി കാണുന്നത്. ഒരിക്കലും അത് എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല. അത് ലാലേട്ടൻ നിംബോളിക്കൊക്കെ തന്നെയാണ് വളരെ റെയറായിട്ട് കിട്ടിയ ഒരു ക്വാളിറ്റിയാണ്. ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ, അതിൽ മുടക്കിയിരിക്കുന്ന പൈസ ആയാലും നമുക്ക് വിഷ്വലി അത് കാണാൻ പറ്റും. ഇപ്പോൾ സോങ് ആയി മഴവില്ല എന്ന് പറഞ്ഞ സോങ് ആയാലും അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മാസ് രീതിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് ഖലീഫയിലൊക്കെ ഇഷ്ടപ്പെട്ട പോലത്തെ ഒരു ടൈപ്പ് ഒരു ട്രാക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇനി അതിൻ്റെ ഒരു ഇത് വരുന്ന സമയത്ത് നമുക്ക് ജെയ്സ് ബുജോയ് ഏത് രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതുവരെ ഉള്ളത് എന്തായാലും സെറ്റായിട്ടുണ്ട്. ട്രെയിലറിൽ കൊടുത്തിരിക്കുന്നതൊക്കെ ചമൻ ചാക്കോരെ കട്ട്സ് ആയാലും ഒക്കെ നീറ്റാണ്. നഹാസ് ഹിദായത്തിൻ്റെ മേക്കിംഗ് നീറ്റാണ്. നല്ല രീതിയിൽ അത് വിഷ്വലി നല്ല റിച്ച് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ട്രെയിലർ. പക്ഷേ ദുൽഖർ എന്ന് പറയുന്ന ആക്ടറിന് ചില വീക്ക്നെസ് ഉണ്ട്. ഇപ്പോൾ കിങ് ഓഫ് കുത്ത് ആയാലും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിക്യുനെ കൊണ്ട് ഈ മാസം ഒന്നും പറ്റില്ല എന്നുള്ളത്. പക്ഷേ അത് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ജോമോൻ എന്ന് പറഞ്ഞാൽ ജോമോൻ്റെ സുവിശേഷങ്ങളാണെന്ന് തോന്നുന്നു. ബസ്സിൽ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട് ചവിട്ടിയെടുത്ത് വെളിയേറിയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. പിന്നെ CIA ഇതുപോലുള്ള സിനിമകളിലൊക്കെ നമ്മൾ ദുൽഖറിൻ്റെ ആക്ഷനായാലും അല്ലെങ്കിൽ ദുൽഖറിൻ്റെ ഓറ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അൺകൺട്രോളബിളായിട്ട് പോകുന്ന ചില സിറ്റുവേഷൻസിൽ DQ ഇമ്മച്ചറായിട്ടുള്ളൊരു ആക്ടർ ചെയ്യുന്ന പോലത്തെ ചില ടൈമിൽ ഇത് ഫീൽ ചെയ്യും. ഇപ്പോൾ ട്രെയിലറിൽ തന്നെ അങ്ങനെ ഉണ്ട്. ഒരുപാട് ലൗഡായിട്ട് സംസാരിക്കുന്ന ചില സിറ്റുവേഷൻസിലൊക്കെ അഭിനയിക്കുകയാണെന്നുള്ളൊരു ഫീല് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ വളരെ സട്ടിലായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള അങ്ങനത്തെ കാറ്റഗറി 1 മീറ്ററിന് അപ്പുറത്തേക്ക് പോകാതെ വളരെ സട്ടിലായിട്ടുള്ള ചില അത്തരം ലിമിറ്റിൽ നിൽക്കുന്ന സമയത്ത് ദുൽഖർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഐ ആം ഗെയിമിൻ്റെ ട്രെയിലറിലെ ആക്ഷൻ സീക്വൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓവറായിട്ട് സ്റ്റൈലിഷ് ആക്കുന്ന ഒരു രീതിയുണ്ട്. ഈ റോബോട്ടിക് ക്യാമൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഓവറായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് സ്പീഡ് റാമ്പ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇതൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള ആക്ഷൻ വന്ന സമയത്ത് ആ ഒരു റീസണും കൂടെ കൊണ്ടാണ് ഈ ഒരു സിനിമയിലകത്തെ ഈ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്ന ആക്ഷൻ സീക്വൻസ് എനിക്ക് ഒട്ടും ഒരു ബിലീവബിൾ ആയിട്ടോ അല്ലെങ്കിൽ ഖലീഫയുടെ ട്രെയിലറിൽ കിട്ടിയ പോലത്തെ ഒരു പഞ്ചോ ഒന്നും കിട്ടാത്തത്. അതുകൊണ്ട് നമുക്കിപ്പോൾ DQന് ആക്ഷന് പവറില്ല അല്ലെങ്കിൽ ആക്ഷൻ ഓറയില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു സിനിമ ആ ഒരു രീതിയിൽ ആക്ഷൻ മേക്ക് ചെയ്തിരിക്കുന്നത്. മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ റിയലിസ്റ്റിക് ഇടി അതൊക്കെയാണ് CIAയിലൊക്കെ നമ്മൾ കണ്ടത്, റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു പഞ്ചും ഒക്കെ. ഇതിപ്പോൾ ഓവർ ഇതാക്കിയിട്ട് ഓവർ സ്റ്റൈലിഷ് ആക്കിയിട്ട് കൈ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ ആൾ പറന്നു പോകുന്നതും അതിലൊരു സീനൊക്കെ ഉണ്ട്. ചവിട്ടുന്നതിന് മുമ്പ് ചവിട്ട് പോലും കിട്ടുന്നില്ല, അതിന് മുമ്പേയൊക്കെ ആൾ പറന്നു പോകുന്നതായിട്ടൊക്കെ. ഇത്തരത്തിൽ മേക്കിങ്ങിൽ
ഓവറായിട്ട് സ്റ്റൈലിഷ് ആക്കുന്ന ഒരു പ്രശ്നം കൊണ്ട് ഐ ആം ഗെയിമിലെ അത്തരം ആക്ഷൻ സീക്വൻസും മറ്റു കാര്യങ്ങളൊക്കെ പേഴ്സണലി ഒട്ടും വർക്കായില്ല. ഇതേ രീതി തന്നെ സിനിമയിൽ വരികയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും പറയും DQന് എടുത്താൽ പൊങ്ങാത്തൊരു ക്യാരക്ടറാണെന്നുള്ളത്. അത് DQൻ്റെ മാത്രം പോരായ്മയല്ല, അത് ആ മേക്കറിൻ്റെ പോരായ്മയാണ്. കാരണം ഓരോ ഫൈറ്റ് ചെയ്യുമ്പോഴും അത് ബിലീവബിൾ ആയിട്ട് കിട്ടണം. ചമൻ ചാക്കോ മാക്സിമം ബിലീവബിൾ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ക്യാമറ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഏത് രീതിയിൽ അതിനെ എങ്ങനെ ആക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ സിനിമ തിയേറ്ററിൽ വരുന്നതെന്നുണ്ടെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ പക്കയായിരിക്കും. പിന്നെ ഇതിലെ ക്യാരക്ടർ DQൻ്റെ ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ക്യാരക്ടർ, ഇടയ്ക്കിടയ്ക്ക് ഈ പൊട്ടിത്തെറിക്കുന്ന ടൈപ്പ് ഒരു ക്യാരക്ടർ, ആ ഒരു ലൗഡ്നെസ് നമ്മൾ പണ്ട് കലി എന്ന് പറഞ്ഞ സിനിമയിലെ കണ്ട പോലത്തെ ഒരു ഓവർ ഹൈപ്പർ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് DQൻ്റെ ഈ ഒരു ക്യാരക്ടർ, ഡാൻ ജോൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഈ ഹൈപ്പർ ആയിട്ടുള്ള ക്യാരക്ടർ എങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരുപാട് ചൂതാട്ടവും ഈ പൈസ ഉള്ളത് മാക്സിമം ഇതുപോലെ പൊട്ടിച്ച് കളയുന്ന ഒരു ക്യാരക്ടറാണ്. ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ള ABCയിലെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു റിച്ച് കിഡിൻ്റെ കുറച്ച് ഓവർ ഷോ അല്ലെങ്കിൽ പൈസ വേസ്റ്റ് ഇത് ചെയ്യുക എന്നുള്ള DQന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി, അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ ഖയാഡു എന്ന് പറയുന്നത് DQൻ്റെ ഈ ഒരു ഷോർട്ട് ടെമ്പേർഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു പ്രശ്നമുണ്ട് DQന്. അതിനെ ഇത് ട്രീറ്റ് ചെയ്യാൻ വരുന്നത് ഡോക്ടറിൻ്റെ ഒരു ഇതായിട്ടാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഖയാഡുവിൻ്റെയും തോന്നുന്നു. അതിനകത്തൊരു ലവ് റിലേഷൻ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നതും പിന്നെ ആ ഒരു രീതിയിലൊക്കെയാണ് ഇതിൻ്റെ ട്രെയിലറിൽ നിന്ന് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡിലാണ് DQൻ്റെ ഈ ഒരു ക്യാരക്ടർ വരുന്നത്. ഈ ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു സിനിമ എന്ന രീതിയിൽ അതിൻ്റെ എല്ലാ രീതിയിലും നോക്കുന്ന സമയത്ത് ഇതൊരു എക്സ്പെരിമെൻ്റൽ മോഡുള്ള സിനിമയാണ്. ഇതിനകത്ത് ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതും ഗാംബ്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഈ ഫാമിലിക്ക് എല്ലാവർക്കും ഇതൊന്നും ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഫാമിലി എല്ലാവരും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഗാംബ്ലിംഗ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് ഉണ്ടാവില്ല. DQൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ട് മാത്രം ഈ സിനിമ അപ്രോച്ച് ചെയ്യുന്നവരായിരിക്കും കൂടുതൽ. അത്തരത്തിലുള്ള ഒരു എക്സ്പെരിമെൻ്റൽ റിസ്ക് ഫാക്ടറും കൂടി ഈ സിനിമയ്ക്കകത്തുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പേഴ്സണൽ ഒപ്പീനിയനാണ്. സെപ്റ്റംബർ 3 എന്താകും? എന്തായാലും ഓണം നമ്മളെ നിവിൻ പോളി തൂക്കി, അതിൽ ഒരു ഡൗട്ടും വേണ്ട. ഇനിയിപ്പോൾ ഓണം ക്ലാസ്സിൽ ഇപ്പോൾ ടോക്സിക്ക് വന്നാലും നമുക്ക് നമ്മളെ പിള്ളേർ അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം എന്ന് പറയുന്നത് പൃഥ്വിയും നിവിനുമാണ്. ഇവിടെ ഓൾറെഡി അതിനുള്ള റിസൾട്ട് വന്നിട്ടുണ്ട്. നിവിൻ പോളി തൂക്കി. ഇനി കളക്ഷൻ വൈസ് ആരൊക്കെയാണ് കയറിപ്പോകാൻ പോകുന്നത്? അതിൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഖലീഫയിൽ ലാലേട്ടൻ, ടോവിനോ, പൃഥ്വിരാജ് 3 പേരാണ് ഓപ്പോസിറ്റ് ചെയ്യുന്നത്. ഇപ്പുറത്താണെങ്കിൽ ഗിരീഷ് ഷേഡി, മമിത ബൈജു, നിവിൻ പോളി. ഗിരീഷ് ഷേഡി എടുത്ത് പറയണം, സിനിമ രീതിയിൽ മേക്ക് ചെയ്യാൻ ഗിരീഷ് ഷേഡിയുടെ കഴിവ് തന്നെയാണത്. പിന്നെ അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ആ രീതിയിൽ അവർ രണ്ടുപേരും മമിതയും നിവിൻ പോളി ആയാലും തൂക്കി അടിച്ചിട്ടുണ്ട്. ഒരു കാര്യം എടുത്ത് ഈ വീഡിയോ പറയുന്നുണ്ടായിരുന്നു, ഇൻറ്റൻഷനലി ഖലീഫ എന്ന് പറഞ്ഞ സിനിമയെ ആരും ഹെയ്റ്റ് ചെയ്യരുത്. സിനിമയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വീക്ക് സ്ക്രിപ്റ്റാണ്, അല്ലെങ്കിൽ ക്ലീഷേ സ്ക്രിപ്റ്റാണ്. എല്ലാവർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റാണ് അതിൻ്റെത്. പക്ഷേ അത് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു രീതിയല്ല. അതൊരു പ്യുവർ തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി ഇറക്കിയ സിനിമയായിട്ടാണ്, ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ള രീതിയിൽ. അതിൻ്റെ സ്ക്രിപ്റ്റും കൂടി സ്ട്രോങ് ആയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു തട്ടിക്കൂട്ട് സ്ക്രിപ്റ്റായിട്ട് ഫീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സിനിമ എന്തായാലും ഈ ഒരു നിവിൻ പോളി പടത്തിൻ്റെ കൂടെ കട്ടക്കിടിച്ച് തന്നെ പൊട്ടിക്കുമെന്ന് എനിക്ക് ഒരിക്കലും ഒരു ഹോപ്പില്ല. കാരണം നിവിൻ പോളിയുടെ സേഫ് സോണിൽ വേറെ ഒരുത്തനും അവിടെ വെട്ടാനുള്ള ഒരു ഹോപ്പില്ല. ഇൻറ്റൻഷനലി ഒരു സിനിമയെ നിങ്ങൾ കാണണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ ഒരു ഇതുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ നിങ്ങൾ പോയി കാണുക. നിങ്ങൾക്ക് ഏത് ആക്ടറിൻ്റെ സിനിമ ആണെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഡിസിഷൻ ആയിരിക്കും. ഒരാളും മറ്റൊരാൾ പറയുന്ന കേട്ടോണ്ട് അതിനോട് ഡിസിഷൻ എടുക്കാൻ നിൽക്കരുത്. ദാറ്റ്സ് ഇറ്റ്. ബെത്ലഹേം കുടുംബ യൂണിറ്റിനെ കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നില്ല. ബിക്കോസ് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ പറയും നീ ഒരു നിവിൻ പോളി ഫാൻ അല്ലേടാ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അതുകൊണ്ട് ബെത്ലഹേം കുടുംബ യൂണിറ്റ് മാത്രം സ്കിപ്പ് ചെയ്തതാണ്. ഐ ആം ഗെയിമിൻ്റെ ചെയ്യുമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ആം ഗെയിമിൻ്റെ വീഡിയോ ആണ് ഇത്. DQന് ഒരു സക്സസ് നമുക്ക് ആശംസിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം ഒന്നും കൂടി ആശംസിച്ചുകൊണ്ട് തന്നെ ഇതിനേക്കാൾ ഇടിവട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇറ്റ്സ് മീ അൻഷാ നിസാർ. ബൈ.